സംസ്ഥാന സർക്കാരിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ നാളെ ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല. വൈകിട്ട് 4-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രവർത്തകർ മനുഷ്യച്ചങ്ങല തീർക്കും. മനുഷ്യച്ചങ്ങലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസക്കാലമായി വിവിധ പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയത്. നാളെ നടക്കുന്ന ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയിൽ മാടായി ബ്ലോക്കിൽ നിന്ന് 15,000-ലധികം യുവജനങ്ങളും ബഹുജനങ്ങളും ചേർന്ന് കണ്ടുചേരുന്ന തലത്തിലേക്കാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഏതാണ്ട് 1.5 മാസക്കാലമായി മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം വിവിധങ്ങളായിട്ടുള്ള പരിപാടികളും പ്രചരണ പ്രവർത്തനങ്ങളുമാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് നമ്മുടെ ഈ ബ്ലോക്കിലും സംഘടിപ്പിച്ചിട്ടുള്ളത്. മുഴുവൻ യൂണിറ്റുകളിലും ബഹുജനങ്ങളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമരസംഗമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പാകെ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായി കാൽനട പ്രചരണ ജാഥകൾ, സമര കോർണറുകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്ന സ്ഥിതിയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ മാടായി ബ്ലോക്ക് 2 റീച്ചുകളിലായിട്ടാണ് 15,000 പേർ അണിചേരുക. ആദ്യത്തെ റീച്ച് പെരുമ്പപ്പാലം തൊട്ട് കാസ റാസ റെസ്റ്റോറൻറ്റിൻ്റെ മുൻവശത്താണ് ആദ്യത്തെ റീച്ച് അവസാനിക്കുക. രണ്ടാമത്തെ റീച്ച് ആരംഭിക്കുന്നത് മണ്ടൂർ സ്റ്റോപ്പിൽ നിന്നും നമ്മുടെ അടുത്തില വരെയുള്ള റീച്ചാണ്. ഈ റീച്ചിൽ തന്നെ പ്രമുഖരായിട്ടുള്ള നിരവധിയായ വ്യക്തിത്വങ്ങൾ, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, മറ്റ് എല്ലാ മേഖലകളിലും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ എന്ന് ചെയ്യുന്നു. ഇതിൻ്റെ ആദ്യത്തെ കണ്ണി ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, മുൻ MLA-യുമായിട്ടുള്ള CKP പത്മനാഭൻ പെരുമ്പ പാലത്തിനടുത്തും, അവസാനത്തെ കണ്ണിയായി മാടായി ബ്ലോക്കിലെ അടുത്തിലയിൽ വെച്ച് പ്രശസ്ത നാടകകൃത്ത് ഇബ്രാഹിം വെങ്ങരയും അണിചേരുമെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രൊഫസർ B. മുഹമ്മദ് അഹമ്മദ്, അതുപോലെ തന്നെ പ്രദീപ് മണ്ടൂർ, അതുപോലെ പ്രകാശൻ ചങ്ങൽ, അതുപോലെ പല്ലവി രതീഷ്, അതുപോലെ തന്നെ KKR വെങ്ങര ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെ പേര് പറയുന്നില്ല. പ്രഗത്ഭരായിട്ടുള്ള നിരവധിയായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അണിചേരും. ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെന്റർ, എരിപുരം ജംഗ്ഷൻ, തളിപ്പറമ്പ്.